വിയറ്റ്നാം വരാൽ കൃഷിയിലും മികച്ച നേട്ടവുമായി സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് രവീന്ദ്രൻ കൊടക്കാട്. ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഈ വേറിട്ട കൃഷി സംരംഭം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തന്റെ വീട്ടുവളപ്പിലെ പടുതാക്കുളത്തിൽ ആലപ്പുഴയിൽ നിന്നും എത്തിച്ച വിയറ്റ്നാം മുരയിലെന്ന 1000 വരാൽ മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് രവീന്ദ്രൻ നിക്ഷേപിച്ചത്. കൃത്യമായ പരിചരണത്തിലൂടെ വെറും 6 മാസം പിന്നിട്ടപ്പോൾ തന്നെ മത്സ്യങ്ങൾ മികച്ച വളർച്ച കൈവരിക്കുകയും വിളവെടുപ്പിന് പാകമാവുകയും ചെയ്തു. സാധാരണ നാടൻ വരാലിനങ്ങളെ അപേക്ഷിച്ച് വിയറ്റ്നാം വരാലുകൾക്ക് രുചിയും ഗുണവും കൂടുതലാണെന്ന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മികച്ച ജൈവ കർഷകനുള്ള പുരസ്കാര ജേതാവ് കൂടിയായ രവീന്ദ്രൻ കൊടക്കാട് സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു കുളത്തിൽ നിന്ന് മാത്രം ഏകദേശം 3 ക്വിൻ്റലോളം മത്സ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിലോഗ്രാമിന് 300 രൂപ നിരക്കിലാണ് ഇവിടെ നിന്നും മത്സ്യം നേരിട്ട് വിൽപ്പന നടത്തുന്നത്. നമ്മളെ ഗ്രാമീണ ടൂറിസത്തിൽ ഒരു വലിയ ഘടകമാണ്. ആളുകൾക്ക് ഈ മീനെല്ലാം കാണിച്ചു കൊടുക്കലും മീനെ പിടിക്കാനും വലിയ ഇപ്പോൾ ഒരു 9 മാസം കൊണ്ട് ഏതാണ്ട് 2 കിലോ വരെ വളർന്ന മീനെല്ലാം ഉണ്ട്. ഇപ്പോൾ 1000 മത്സ്യത്തെ ഇട്ടുമെങ്കിലും ഒരു 300 എണ്ണത്തോളം ബാക്കിയായിട്ടു. ഒരു മീന് 10 രൂപ ഉണ്ട് എങ്കിലും അതിൻ്റെ മീനിൻ്റെ കോസ്റ്റൊക്കെ തന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ. അതിൽ നമുക്ക് മുതൽ മുടക്കൊന്നുമില്ല. ടാങ്ക് ഉണ്ടാക്കാനും പിന്നെ അതിനെ പോറ്റാനുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമ്മൾ ഈ ജൈവ കൃഷിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളം തോട്ടത്തിലടിക്കുമ്പോൾ ഓർഗാനിക് നമുക്കെല്ലാം കിട്ടും. ഇതിൻ്റെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ കൃഷിക്ക് നമുക്ക് വേറെ വളം കൊടുക്കണ്ട. ചാണകം ഇതും അടിച്ചു കഴിഞ്ഞാൽ നല്ല ഈ തോട്ടത്തിലൊക്കെ ആവശ്യമായിട്ടുള്ള എല്ലാ മൈക്രോ ന്യൂട്രിയൻസും കിട്ടും. അപ്പോൾ മത്സ്യകൃഷി മേഖലയിൽ വളർത്തലിൽ മാത്രം ഒതുങ്ങാതെ കുഞ്ഞുങ്ങളെ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് മറ്റ് കർഷകരിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളും ഇദ്ദേഹം തേടുന്നുണ്ട്. ഫിഷറീസ് വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ലഭ്യമായാൽ ഈ സംരംഭത്തെ ഒരു മികച്ച ഹാച്ചറിയായി വികസിപ്പിക്കാനാണ് രവീന്ദ്രൻ്റെ തീരുമാനം. വിയറ്റ്നാം വരാലുകളുടെ വിളവെടുപ്പ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. വിളവെടുത്ത മത്സ്യത്തിൻ്റെ ആദ്യ വിൽപ്പന കദളിവനം മാനേജർ രാജേഷ് ഏറ്റുവാങ്ങി. രംഗത്ത് പുതിയ സാധ്യതകൾ അതുപോലെ തന്നെ എല്ലാം കണ്ടെത്തുന്ന ഒരു കൃഷിക്കാരനാണ് രവീന്ദ്രൻ കൊടക്കാട്. അദ്ദേഹം ആണ് ഈ നെല്ലും അതുപോലെ തന്നെ പശു അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ കൂട്ടത്തിൽ ഈ മത്സ്യ കൃഷിയുടെ കൂടി ഭാഗമായിട്ട് ഈ നിലയിലേക്കുള്ള വരാൽ കൃഷി ഏർപ്പെട്ടിട്ടുള്ളത്. അത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ അതിൻ്റെ വളകൾ അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ സംരംഭം എന്നുള്ള അർത്ഥത്തിൽ അതിനുള്ളൊരു മാനസികമായിട്ടുള്ളൊരു സന്നദ്ധതയാണ്. പലപ്പോഴും പല ആളുകളുടെയും ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളുണ്ടെങ്കിലും അത് ഉപയോഗപ്പെടുത്തില്ല. പക്ഷേ അത് ഒന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ള മാനസികാവസ്ഥയിലായിരിക്കും. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രവീന്ദ്രൻ എല്ലാ മേഖലക്കകത്തും നെല്ല് അതുപോലെ തന്നെ ക്ഷീരമേഖല മറ്റു മേഖലയിലെല്ലാം ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു കൃഷിക്കാരനാണ് രവീന്ദ്രൻ. ചടങ്ങിൽ വാർഡ് മെമ്പർ കെ ഹേമാംബിക അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം കെ സുധീർ, ഫിഷറീസ് കോർഡിനേറ്റർ പി ശോഭ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.